കരിവള്ളൂരിൽ പോയപ്പോൾ എല്ലാ ബൂത്തിലും ഉത്തരേന്ത്യൻ മോഡൽ വോട്ട് കുത്തിയിടുന്ന രീതിയിലുള്ള ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കണ്ടോത്ത് സ്കൂളിൽ ഉച്ച മുതൽ തന്നെ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു. ഇപ്പോൾ വൈകുന്നേരം തടഞ്ഞു വെച്ച ആൾ തന്നെ ഉച്ചക്ക് മുമ്പേ പർദ്ദയിട്ട് വോട്ട് ചെയ്യാൻ വന്നതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു. വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഒരു ജീവനക്കാരൻ്റെ ഭാര്യയാണ് ഈ വന്ന വോട്ടർ. ഇത് നേരത്തെ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതാണ്. വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് തയ്യാറാക്കിക്കൊണ്ട് വ്യാപകമായി മണ്ഡലത്തിലാകെ കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ CPMൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരത്തെ തന്നെ പരാതി നൽകിയതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയോ മറ്റധികാരികളുടെയോ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. ഞങ്ങൾ രാമന്തളി അതുപോലെ തന്നെ കരിവള്ളൂർ പെരളം പഞ്ചായത്തുകളിലും പയ്യന്നൂർ നഗരസഭയിലും രാവിലെ മുതൽ പര്യടനം ആരംഭിച്ചതാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ കോറം ചില ബൂത്തുകളിൽ മാത്രമാണ് അതിലിനി പോകാൻ ബാക്കിയുള്ളത്. ഉച്ചവരെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വ്യാജ കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാപകമായ നിലയിലുള്ള കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചത്. ഞങ്ങളിവിടെ വെള്ളൂരെത്തിയപ്പോൾ ഈ കണ്ടോത്ത് അതുപോലെ തന്നെ കാറമേൽ വെള്ളൂർ ഹൈസ്കൂൾ ഇവിടങ്ങളിലെല്ലാം കള്ളവോട്ട് ചെയ്യുന്നതായി നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. കരിവള്ളൂരിൽ പോയപ്പോൾ എല്ലാ ബൂത്തിലും ഉത്തരേന്ത്യൻ മോഡൽ വോട്ട് കുത്തിയിടുന്ന രീതിയിലുള്ള ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ കണ്ടോത്ത് ഈ സഹകരണ ബാങ്ക് ജീവനക്കാരൻ്റെ ഭാര്യ 4ാമത്തെ വോട്ടാണ് ഇവിടെ ചെയ്തത്. 4ാമത്തെ വോട്ട് ചെയ്യുമ്പോഴാണ് പിടിക്കപ്പെട്ടത് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ നിലയിലേക്ക് അവിടെ ഏജന്റ് ചോദ്യം ചെയ്തതാണ്. ചോദ്യം ചെയ്തിട്ടും അവിടെ തടഞ്ഞു വെച്ചിട്ടും പ്രിസൈഡിംഗ് ഓഫീസർ പോലീസിന് കൈമാറാനോ പോലീസിന് വിവരം അറിയിക്കാനോ തയ്യാറായില്ല. മറിച്ച് അവർക്ക് ഓടിപ്പോകാനുള്ള എല്ലാ അവസരവും പ്രിസൈഡിംഗ് ഓഫീസർ നൽകുകയാണ് ചെയ്തത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ LDFൻ്റെ നേതാക്കന്മാരും എല്ലാം ചേർന്ന് വ്യാപകമായി കള്ളവോട്ട് ചെയ്ത് വിജയിക്കാൻ സാധിക്കുമോ എന്ന നിലയിലുള്ള ആലോചനയും അതിനനുസരിച്ചുള്ള നടപടികളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇങ്ങനെയൊരു ജനാധിപത്യം വേണമോ വേണ്ടയോ എന്നത് തന്നെ ഭാവിയിൽ ആലോചിക്കേണ്ട കാര്യമാണ്.